നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രലേഖ UP എന്നാണ്. ഞാൻ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് അണപ്പാട് വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഞാൻ ഇലക്ഷന് നിന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം വാർഡിലും വലിയാത്തറ ബ്ലോക്ക് ഡിവിഷനിലും സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വാർഡിൽ ഇലക്ഷന് നിൽക്കാൻ തന്നെ കാരണം ഈ വാർഡിന്റെ വികസനം എന്ന് പറയുന്നത്, വികസനം എന്ന വാക്കിന്റെ അർത്ഥം പോലും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വാർഡാണ് ഈ അണപ്പാട് വാർഡ്. എൻ്റെ സ്വന്തം സ്ഥലമാണ് അണപ്പാട് വാർഡ്. അപ്പോൾ ഈ വാർഡിൽ ഇന്നും കറണ്ട് കണക്ഷൻ പോലും ഇല്ലാത്ത വീടുകളുണ്ട്, നമുക്ക് സഞ്ചാര യോഗ്യമല്ലാത്ത റോഡുകളുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും കത്താത്ത, തെരുവ് വിളക്കുകൾ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ദയനീയമായ അവസ്ഥയിലാണ് ഇന്ന് അണപ്പാട് വാർഡിന്റെ സ്ഥിതി ഉള്ളത്. 15 വർഷം CPM-ഉം ഒരു 5 വർഷം കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ടും യാതൊരു വികസന പ്രവർത്തനങ്ങളും നമ്മുടെ വാർഡിലേക്ക് എത്തിയിട്ടില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുടെ പദ്ധതികൾ ഉണ്ടായിട്ടും അതൊന്നും പ്രയോജനപ്പെടുത്താതെ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്ത് മാറ്റി ചെലവഴിച്ച് ഈ വാർഡിന്റെ വികസനം, നമ്മൾ നടന്നു വരുന്ന റോഡ് പോലും സഞ്ചാര യോഗ്യമല്ല. ഞങ്ങൾക്കൊരു വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് ഈ വാർഡിലുള്ളത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. എൻ്റെ സ്വന്തം സ്ഥലത്ത് വികസനം എന്ന വാക്കിന്റെ അർത്ഥം എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും അതായിരിക്കും എൻ്റെ ഏറ്റവും ആദ്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും കത്തിക്കണം. സഞ്ചാരയോഗം അല്ലാത്ത റോഡുകളുണ്ട്, നടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ വഴി യോഗ്യമായ നടപ്പാതകളെങ്കിലും, നടന്നു പോകാൻ പറ്റുന്ന രീതിയിലെങ്കിലും സഞ്ചാരയോഗ്യമുള്ള റോഡുകള്, പിന്നെ കറണ്ട് കണക്ഷൻ ഇല്ലാത്ത വീടുകൾക്ക്, മെയിൻ്റനൻസിന് പോലും ചോർന്നൊലിക്കുന്ന വീടുകൾക്ക്, പട്ടിണി പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം അവർക്ക് മെയിൻ്റനൻസിന് കൊടുക്കുക. വീടില്ലാത്ത, വർഷങ്ങളായിട്ട് വീടില്ലാതെ ഓല ഷെഡുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ഈ വാർഡിനകത്തുണ്ട്. അപ്പൊ അവർക്കെല്ലാം ഒരു സഹായം ചെയ്യുക. ഒട്ടനവധി പദ്ധതികൾ, ഗ്യാസ് കണക്ഷൻ, ജലജീവൻ പദ്ധതി, അങ്ങനത്തെ ഒട്ടനവധി പദ്ധതികൾ ഈ വാർഡിൽ നടപ്പാക്കേണ്ടതുണ്ട്. കുടിവെള്ള പദ്ധതികളൊന്നും ഇല്ലാത്ത വീടുകൾ ഇന്നും നമ്മുടെ വാർഡിലുണ്ട്. ഇത്രയും വികസനം വരാത്ത ഒരു വാർഡ് മലയൻകീഴ് പഞ്ചായത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അപ്പൊ അണപ്പാട് വാർഡിൽ കൂടുതലും വികസനം ഇല്ല എന്നാണ് കൂടുതലായിട്ട് പറയുന്നത്. ഒരുപാട് കംപ്ലൈന്റുകൾ വന്നു കഴിഞ്ഞാൽ പോലും ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ടി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. തെരുവ് നായ്ക്കളുടെ ശല്യം കൂടുന്നു, ജനങ്ങൾ 2-3 പ്രാവശ്യം കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും യാതൊരു റിപ്ലൈ കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ? ഉണ്ട്. ഈ അടുത്ത കാലത്ത് 2 ദിവസം മുമ്പ് ഒരു വീട്ടില് തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം അവര് കോഴി വളർത്തി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പൊ തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം ആ കോഴികൾ കടിച്ച് കൊന്ന ഒരു സംഭവം ഈ 2 ദിവസം മുന്നെയാണ് ഈ വാർഡിൽ സംഭവിച്ചിട്ടുള്ളത്. അതും ആടിനെ കടിച്ചു കൊന്നിട്ടുണ്ട്. ഒരു 6 മണി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. തെരുവിളക്കുകൾ ഇല്ലാത്ത കാരണം ഒരുപാട് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, തെരുവ് നായ്ക്കളുടെ ശല്യം, ജോലി കഴിഞ്ഞ് പുറത്ത് പോയിട്ട് വരുന്നവർക്ക്, അല്ലെങ്കിൽ പഠിച്ചിട്ട് വരുന്ന കുട്ടികൾക്ക്, ഇവർക്ക് ആർക്കും നമുക്ക് നടന്നു പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ വാർഡിലുള്ളത്. CPM 15 വർഷം തുടർച്ചയായിട്ട് CPM ഭരിച്ച വാർഡാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നതിലപ്പുറം വാർഡിന്റെ വികസനത്തിന് യാതൊരു പ്രാധാന്യവും ഇന്ന് വരെ കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 5 വർഷം കോൺഗ്രസിന്റെ ഒരു ലീഡറായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം അങ്ങനെ തന്നെയാണ് ചെയ്തത്. അദ്ദേഹവും യാതൊരു വികസന പ്രവർത്തനങ്ങളും ഫണ്ട് അത് വേറൊരു വിഷയമാണ്. ഞാൻ അതിലേക്ക് വരാം. മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ കെട്ടിടം ഇപ്പൊ പുതുക്കി പണിയുകയാണ്, എല്ലാവരും അറിഞ്ഞു കാണും. അതിന്റെ 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടമാണ് മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് ഓഫീസായിട്ട് ഇവിടെ കെട്ടിടം പണിയുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, 10,000 സ്ക്വയർ ഫീറ്റിന് 2,500 രൂപയാണ് നിലവിൽ പൊതുവിലുള്ള ഒരു റേറ്റ് എന്ന് പറയുന്നത്. ആ 10,000 × 2,500 എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിലവിൽ അവർ 9 കോടി രൂപയാണ് ഇതിന്റെ പേരിൽ ലോൺ ഇട്ടിട്ടുള്ളത്. ഇതെങ്ങനെ വീട്ടും എന്ന് ചോദിച്ചാൽ, അടുത്ത് ജയിച്ചു വരുന്ന ഭരണസമിതിയിലുള്ള മെമ്പർമാര്, അടുത്ത് വരുന്ന ഓരോ വാർഡിനും ചെലവഴിക്കേണ്ട, പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ടിൽ നിന്ന് 5 ലക്ഷം 10 ലക്ഷം വെച്ച് കൊടുത്ത് ഈ കടം തീർക്കുക എന്നതാണ് അവർ മിനിറ്റ്സ് എഴുതി പാസ്സാക്കി വെച്ചിട്ടുള്ളത്. അതായത് ഇനിയും അവർക്ക് അഴിമതി കാണിക്കാൻ അവരെടുത്തു ഫണ്ട്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം മലയൻകീഴ് പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അഭിപ്രായം. ഉറച്ചു. അതെ, എത്ര സീറ്റ് എന്നുള്ളത് ഞങ്ങളൊന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മലയൻകീഴ് പഞ്ചായത്ത് BJP ഭരിക്കാൻ വേണ്ടി പോവുകയാണ്. മലയൻകീഴ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്,
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാവരും BJP-ക്കാരായിരിക്കും. 10 സീറ്റോളം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മലയൻകീഴ് പഞ്ചായത്ത് BJP ഭരിക്കാൻ വേണ്ടി പോവുകയാണ്. അത് ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന നാട്ടുകാരാണ് ഇന്ന് ഒട്ടാകെ. മലയൻകീഴ് പഞ്ചായത്തിന് മാത്രമല്ല, കേരളം മുഴുവൻ മാറ്റം ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന പദ്ധതികൾ, വികസിത പഞ്ചായത്ത്, വികസിത കേരളം, ഇത് മുന്നോട്ട് വെച്ചാണ് ഞങ്ങൾ ഇന്ന് ഒരാഴ്ച മുമ്പ് കേരള സർക്കാർ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന ഒരു പ്രഖ്യാപനം അന്ന് അതെ അതാണ് അന്ന് ആ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. 5 ലക്ഷത്തിൽ ചില്ലാനം ആൾക്കാര് മഞ്ഞ കാർഡിൽ അതിദരിദ്രരായി ജീവിക്കുന്ന കേരളമാണ് ഇന്ന്. അത് റെക്കോർഡിക്കലി നമ്മളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്രയും ആൾക്കാർ ഇവിടെ ജീവിച്ചിരിക്കെ നിസ്സാരം ഈ അണപ്പാട് വാർഡിൽ തന്നെ വീട് പോലും ഇല്ലാത്ത, കറണ്ട് ഇല്ലാത്ത വീടുകൾക്ക് ഇവർ ആ അതിദാരിദ്ര്യമുക്തം എന്ന് പ്രഖ്യാപിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കേവലം വോട്ട് ലക്ഷ്യം മാത്രമാണ് അതിന്റെ പിന്നിലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇന്നും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളുടെ ഗരീബ് കല്യാൺ യോജന പോലെ പാവങ്ങൾക്ക് അരി നൽകുന്ന പദ്ധതി കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇന്ന് പട്ടിണി പാവങ്ങൾ ആഹാരം കഴിച്ച് ജീവിക്കുന്നത്. ആ പരമമായ സത്യം എല്ലാവർക്കും അറിയാം. എല്ലാ നിവാസികളോടും താമര ചിഹ്നത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കണം. അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെയും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വോട്ടർമാരും താമര ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്ത് ഈ കേരളം ഒട്ടാകെ എല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വികസിത കേരളത്തിനായി വോട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.